നീർത്തടങ്ങൾ നശിപ്പിക്കുന്ന ജനപ്രതിനിധികൾ ഭരണഘടനാ ലംഘനമാണ് നടത്തുന്നതെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ CR നീലകണ്ഠൻ വ്യക്തമാക്കി. കുറവലങ്ങാട് വലിയതോട് നശിപ്പിച്ചവർ നിയമം ലംഘിച്ചിരിക്കുകയാണെന്നും അവർ പണി നിർത്തി പുറത്തു പോകണമെന്നും തുറന്നടിക്കാൻ CR നീലകണ്ഠൻ തയ്യാറായി. കുറവലങ്ങാട് വലിയതോട് സംരക്ഷണ സമിതി നടത്തിയ പരിസ്ഥിതി പ്രവർത്തക സംഗമത്തിലാണ് ജനപ്രതിനിധികളുടെ നിരുത്തരവാദപരമായ നിലപാടുകൾക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരിൽ പ്രമുഖനായ CR നീലകണ്ഠൻ നിലപാടുകൾ വ്യക്തമാക്കിയത്. ജനങ്ങളോടും ജനാധിപത്യ സംവിധാനങ്ങളോടും ഭരണഘടനയോടും വിധേയരായിരിക്കുവാൻ മുഴുവൻ ജനപ്രതിനിധികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നും CR നീലകണ്ഠൻ വ്യക്തമാക്കി. കുറവലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം റോഡ് വേണ്ടെന്ന് ആരും പറയുന്നില്ല. എന്നാൽ തോടിനെ നശിപ്പിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ വേണ്ടെന്ന നിലപാടാണ്. നാടിന് തോടും റോഡും വേണമെന്നുള്ള നിലപാടാണുള്ളത്. തോടിലൂടെ റോഡ് വെട്ടുവാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപം പനംകൊളക്കൽ ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു പരിസ്ഥിതി പ്രവർത്തക സംഗമം ക്രമീകരിച്ചിരുന്നത്. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോജി C അബ്രാഹം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോസഫ് പുതിയിടം സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആക്ഷൻ കൗൺസിൽ കൺവീനറുമായ CB സെബാസ്റ്റ്യൻ ആമുഖ പ്രസംഗം നടത്തി. പരിസ്ഥിതി സാംസ്കാരിക പ്രവർത്തകരായ പ്രൊഫസർ ജോർജ് മുല്ലക്കര, പ്രൊഫസർ ജോസ് മാത്യു കുറിച്ച്, വടകക്കര മാസ്റ്റർ എന്നിവർ പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കൺവീനർ PO വർക്കി, അഡ്വക്കേറ്റ് ബോസ് അഗസ്റ്റിൻ, ജോബോയ് ജോർജ്, മാത്യു പാറ്റാനി, NM മോഹനൻ, CB മാണി, TA ഹരികൃഷ്ണൻ, OD കുര്യൻ, സെബാസ്റ്റ്യൻ ആളോത്ത്, M ഗോപാലകൃഷ്ണൻ, MM ദേവസ്യ, KP വിജയൻ, അജോ അരക്കൽ, റെജി ജോസഫ് പടിഞ്ഞാറേട്ടെ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരോടും പരിസ്ഥിതി സ്നേഹികളോടുമൊപ്പം വലിയതോട് സന്ദർശിച്ച ശേഷമാണ് സംഗമത്തെ CR നീലകണ്ഠൻ അഭിസംബോധന ചെയ്തത്. തോട് ഒരു ഇഞ്ച് കയ്യേറിയാൽ അത് ആര് ചെയ്താലും നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അവകാശമുണ്ട്. കാരണം അത് നമ്മൾ നിയമത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്, നമ്മൾ ആരോടും വേറൊന്നും പറയുന്നില്ല. രാജ്യത്തെ നമ്മുടെ നാട്ടിലെ നിയമമാണ് ഞാൻ പറയുന്നത്. ഈ നിയമം അറിയാത്തവരാണോ നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നത്? ഈ നിയമം അറിയാത്തവരാണോ ഇവിടുത്തെ റവന്യൂ അധികാരികൾ? ഈ നിയമം അറിയാത്തവരാണോ നമ്മുടെ PWD അധികാരികൾ? അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ കോടതി ഇപ്പൊ സ്റ്റേ കൊടുത്തി, അല്ലെ, തൽക്കാല തൽസ്ഥിതി തുടരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. കാരണം എന്താ? അത് നിയമവിരുദ്ധമാണ്. നീർത്തടം ഒരു ഇഞ്ച് പോലും നികത്താൻ നിയമമില്ലാതിരിക്കുന്നതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാ. ശരീരത്തിലെ ഒരു രക്തക്കുഴൽ പോലും ഒരിക്കലും അത് തടസ്സപ്പെടാൻ പാടില്ല. ഒരല്പം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ രക്തക്കൊഴലിൽ കയറിയാലാണ് രക്തസമ്മർദ്ദം ഉണ്ടാവുന്നത്. അങ്ങനെ കയറിയാൽ ഈ പ്രദേശത്ത് സമ്മർദ്ദമുണ്ടാവും, ജലം നശിച്ചു പോകും, മറ്റേ ജലവിതരണം തടസ്സപ്പെടും, കുടിവെള്ളം നഷ്ടപ്പെടും, കൃഷിക്ക് ജലം നഷ്ടപ്പെടും എന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം 14 മീറ്ററോളം വീതിയാണ് ഈ തോടിനുണ്ടായിരുന്നത്. ഇവിടെ പഴയ ആളുകളുണ്ട്, കവിത വായിച്ച ആ സുഹൃത്തടക്കം പഴയ ആളുകൾ ഇവിടെ കാണും. അവർക്കറിയാം ഈ തോടിന് എത്ര വീതി ഉണ്ടായിരുന്നു എന്ന്. ഇവിടുത്തെ രേഖകൾ കാണും ഈ തോടിന് എത്ര വീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജനത, നിങ്ങൾ തീർച്ചയായും ഈ ഒരു വൈകുന്നേരം, ഞാൻ വരാൻ അല്പം വൈകിട്ട് പോലും നിങ്ങൾ കാത്തു നിൽക്കുന്നതിന്റെ ആവേശം എനിക്ക് മനസ്സിലാവും. കാരണം നിങ്ങളുടെ നാടിന്റെ രക്തക്കുഴൽ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉറച്ച തീരുമാനമെടുത്ത ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് പറയാൻ ഒരു മടിയും വിചാരിക്കേണ്ടതില്ല. പഞ്ചായത്തിന് അവകാശമില്ല. ഉള്ള തോട് സംരക്ഷിക്കാനാണ് പഞ്ചായത്തിന് അവകാശം. അത് സംരക്ഷിക്കാൻ പഞ്ചായത്തിന് കഴിയുന്നില്ല എങ്കിൽ അവരുടെ പ്രാഥമികമായ പൊതുസാസ്തികൾ സംരക്ഷിക്കാനുള്ള ശേഷിയില്ല എങ്കിൽ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി പറയട്ടെ, ഈ പണി നികത്തി നിങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോകണമെന്നാണ്. ജനങ്ങളുടെ ഇച്ഛ കൊണ്ടാണ് നിങ്ങളവിടെ കയറിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന തൊട്ട് നിയമങ്ങൾ, പഞ്ചായത്ത് രാജ് അടക്കമുള്ള നിയമങ്ങൾ അനുസരിക്കാമെന്ന് പാലിച്ചിട്ടാണ് നിങ്ങൾ അവിടെ കയറിയിരിക്കുന്നത്. ഓരോ ജനപ്രതിനിധിയും അങ്ങനെയാണ്. ജനപ്രതിനിധികൾ നമ്മുടെ യജമാനന്മാരല്ല, ജനങ്ങളുടെ ദാസന്മാരാണ് എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അവർ രണ്ടുപേരെയാണ് പേടിക്കേണ്ടത്, ഒന്ന് ജനങ്ങളെ, മറ്റൊന്ന് ഭരണഘടനയെ. ഭരണഘടനയ്ക്കും ജനങ്ങൾക്കും കീഴെയാണ് ഏത് ജനപ്രതിനിധിയും ഈ രാജ്യത്ത് ഭരിക്കേണ്ടത്.